ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ ഒട്ടുമിക്ക ഒരുവിധ എല്ലാ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ അഡൾട്ട്സിനും ഒക്കെ എന്താ പറയുക ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് എന്തോ ഒരു സാധനം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ പ്രത്യേകിച്ച് പീരിയഡ് ടൈമിലെ വേദനയ്ക്ക് ഒരു പരിധി വരെ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ കൂടുതൽ ചേരുവകളൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ ശരീരത്തിലെ മറ്റു വേദനകൾക്ക് നടുവേദന ഇതിനൊക്കെ നല്ലൊരു ഉത്തമമായ പരിഹാരമാണ്. നമുക്കൊരിക്കലും ആയുർവേദം യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ വയറുവേദന ഒന്നും ഇല്ലാതാക്കാൻ പറ്റില്ല, പക്ഷെ അത് മെല്ലെ മെല്ലെ കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പോലെ എന്താ പറയുക അലോപ്പതി പോലെ പെയിൻ കില്ലർ കഴിച്ച് അത്രയും ആശ്വാസം എന്തായാലും ഉണ്ടല്ലോ, പക്ഷേ ഇത് നല്ലൊരു റിലീഫ് കിട്ടുന്നൊരു റെമഡിയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കുടംപുളി ഇല്ലേ, ആ കുടംപുളി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഈ കാണുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, അതാണ് ഞാൻ ഓരോ പീസാക്കി എടുത്ത് ഉണക്കി വെച്ചതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നോർമൽ വാട്ടർ ഇല്ലേ, സാധാരണ പച്ചവെള്ളം, ആ പച്ചവെള്ളത്തിലേക്ക് ഒരു 4-5 എണ്ണം ഇട്ട് കൊടുക്കാം. കുടംപുളി എല്ലാ കടയിലും വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. എന്നിട്ട് അതൊരു അരമണിക്കൂർ ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ എന്താ പറയുക ഗ്യാസിൽ വെച്ചിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മതി, ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് 5-10 കിട്ടുകയാണെങ്കിൽ അത്രയും നല്ല. അതിട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കുടിക്കാൻ പറ്റുന്നൊരു ചൂടുണ്ടല്ലോ, ആ ചൂടിൽ നമ്മൾ കുടിക്കുക. അപ്പോൾ കുടിക്കുമ്പോൾ ആ വെള്ളം നമ്മൾ കുടിക്കുക. കുടിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം പിന്നെയും ബാലൻസ് ഉണ്ടാവും, അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ കുടിക്കാൻ പറ്റുന്ന ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് വീണ്ടും ഒരു 2 മണിക്കൂർ ഇടവിട്ടിട്ട് പിന്നെയും കുടിക്കാം. അപ്പം നമുക്കിത് ഏകദേശം നമുക്ക് എന്താ പറയുക പീരിയഡൊക്കെ ആവുന്ന ടൈം നമുക്ക് മനസ്സിലാവുമല്ലോ ആ ദിവസം. അപ്പോൾ ആ ദിവസം നമ്മൾ എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ്ങിൽ രാവിലെ കുടിക്കുക, പിന്നെ നമുക്ക് പെയിൻ ഉണ്ടാകുമ്പോൾ കുടിക്കുക, അതിനുശേഷം 1-2 പ്രാവശ്യം എടുക്കുകയും കൂടി ഇതേ പുളി തന്നെ യൂസ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുടിച്ചാൽ മതി. നല്ല റിലീഫ് ഉണ്ടാവും. എനിക്ക് ബെസ്റ്റായിട്ടുള്ളൊരു റെമഡി ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുടിച്ചിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അങ്ങനെയുള്ളവരാണെങ്കിൽ കുടിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ മുട്ടുവേദനക്കൊക്കെ നല്ലൊരു റെമഡിയാണിത്. തീർച്ചയായിട്ടും എല്ലാവർക്കും എന്താ പറയുക ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കമൻറ്റും ചെയ്യാം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ, മറ്റൊരു റെമഡി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.